ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷിമ്മർ കേക്ക് ആണ് കേട്ടോ. ഹോം മെയ്ഡ് ഗ്ലിറ്റർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഷിമ്മർ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ എയർ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളതും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹോം മെയ്ഡ് ഗ്ലിറ്റർ എങ്ങനെ റെഡിയാക്കിയിട്ടുള്ളത് എന്നുള്ളത് കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഇതിന് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ഷിമ്മർ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഷിമ്മർ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് സ്പോഞ്ചാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഈ ഒരു ഷിമ്മർ കേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ബേസിൽ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യണം. ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ മിൽക്ക്, പാലും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് സോക്ക് ചെയ്യുന്നത്, ഷുഗർ സിറപ്പിന് പകരം. അപ്പോൾ ഈ ഒരു കേക്കിന് കുറച്ച് പ്രത്യേക ഒരു നല്ല ടേസ്റ്റാണ്, ഒരു ഫ്ലേവറുമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കത് വെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കതിൻ്റെ മുകളിൽ ക്രീം വെച്ചിട്ട് നന്നായിട്ട് നല്ല കട്ടിക്ക് തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ വെച്ചാലേ നമുക്ക് ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, മുറിച്ചെടുക്കുമ്പോൾ കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കേക്കിൽ സ്ട്രോബെറിയുടെ കോമ്പൗണ്ടാണ് ചേർക്കുന്നത്. നമുക്ക് ഏത് ഫില്ലിങ് വേണമെങ്കിലും കൊടുക്കാം, വൈറ്റ് ചോക്ലേറ്റ് കൊടുക്കാം, ഡാർക്ക് ചോക്ലേറ്റ് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ലെയറും വെച്ചിട്ട് സോക്ക് ചെയ്യുക, ഇതേപോലെ തന്നെ ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് 3 ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മൂന്നാമത്തെ ലെയറും വെച്ചിട്ട് ഞാൻ ഫുള്ളൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ക്രം കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ കോട്ടിങ് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും, നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ക്രം കോട്ട് ചെയ്ത് വെച്ച് എടുക്കുന്നുണ്ട് ഒന്ന്. നല്ല ഫിനിഷിംഗ് ആയി കിട്ടിയാലേ നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ നമ്മൾ കേക്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവുള്ളൂ, നല്ലൊരു ഷൈനിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി മോൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു കേക്കിന് റെഡ് കളറാണ് ഫൈനൽ കോട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷം ഇനി ഫൈനൽ കോട്ടിംഗ് ആയിട്ട് ഞാനിവിടെ ക്രീമിൽ കുറച്ച് റെഡ് കളർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. നല്ല കട്ടിയിൽ തന്നെ നമ്മൾ ഐസിങ് ചെയ്തെടുക്കണം. ഇനി സൈഡ് കൂടെയൊക്കെ ഒന്ന് നല്ല കട്ടിക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എയർ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു ഷിമ്മർ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. എയർ ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, എന്നാലും നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി സ്ക്രേപ്പർ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. നമ്മളിത് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം മാക്സിമം 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതപ്പോൾ ഏത് കേക്കാണെങ്കിലും ഒന്ന് ഒരു ഫൈനൽ കോട്ടിങ് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നെക്സ്റ്റ് ഞാനിതാ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട്, ഇങ്ങനത്തെ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒരു ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലൈൻ പോലെ കിട്ടും. കണ്ടില്ലേ, ഇത് അതേപോലെ. ഇനി അതേ സെയിം സ്ക്രേപ്പർ വെച്ചിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സിഗ്സാക്കായിട്ട് കൊടുക്കുക, നമ്മുടെ കൈ ഇങ്ങനെ സിഗ്സാക്കാക്കുക. അപ്പോൾ അത് അതേപോലത്തെ ഒരു വേവ് പോലെ ഒരു ഡിസൈൻ കിട്ടും. കണ്ടില്ലേ, ഇതേപോലത്തെ ഒരു ഡിസൈൻ കിട്ടും. ഇനി നമുക്ക് മുകളിലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ആ ഒരു സ്ക്രേപ്പർ വെച്ചപ്പോൾ അങ്ങനെ മോൾ ഭാഗം കുറച്ച് ഒന്ന് പൊങ്ങി വന്നില്ലേ, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നമുക്കിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്ക്
1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗ്ലിറ്റർ എടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു ബോട്ടിലുണ്ട്. ഞാൻ ഇവിടെ ഒരു ഗ്ലിറ്ററിൻ്റെ ഡസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ള ഹോം മെയ്ഡ് ഗ്ലിറ്റർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് കൊട്ടിക്കൊടുത്താൽ മാത്രം മതി. നമുക്ക് കുറച്ച് ടൈം എടുക്കും ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും നല്ല ഭംഗിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക. സൈഡ് കൂടി നമ്മൾ അതേപോലെ തന്നെ കൊട്ടിക്കൊടുക്കുക. അതേപോലെ ഇങ്ങനെ ഷൈനിങ് ചെറുതായിട്ട് വരുന്നില്ലേ, കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ഫുൾ കവർ ചെയ്തിട്ടുണ്ട് ഗ്ലിറ്റർ വെച്ചിട്ട്. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒരു പൂവ് മാത്രം മുകളിൽ വെച്ച് കൊടുക്കുന്നുള്ളൂ. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഷിമ്മർ കേക്ക് റെഡിയാക്കി നോക്കൂ കേട്ടോ. റെഡിയാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.